നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2026-28 വർഷത്തിലേക്കുള്ള 2 വർഷത്തെ BEd കോഴ്സിന് MG യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഡ്മിഷന് വേണ്ടുന്ന സൈറ്റ് ഓപ്പൺ ആകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അഡ്മിഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളതാണ്. ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് റാങ്ക് വരുന്നത്. ആ റാങ്കിനനുസരിച്ചാണ് നമുക്ക് കോളേജുകളിലേക്ക് അലോട്ട്മെന്റ് വരുന്നത്. ഇൻഡെക്സ് മാർക്ക് പല യൂണിവേഴ്സിറ്റികളിലും പലതരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിഗ്രിക്ക് കിട്ടിയ പാർട്ട് 3 മാർക്കിനോടൊപ്പം നമുക്ക് വെയിറ്റേജുകൾ വരുന്നത് കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് MG യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പാർട്ട് 1, 2, 3 അതായത് ടോട്ടൽ മാർക്കും കൺസിഡർ ചെയ്തിട്ടാണ്, അതായത് ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയൊക്കെ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെയും സെക്കൻഡ് ലാംഗ്വേജിൻ്റെയൊക്കെ മാർക്ക് കൂടി ചേർത്താണ് നമുക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെയാണ്. കേരളയിൽ മാത്രമാണ് പാർട്ട് 3 മാത്രം, അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റും അതിനോടനുബന്ധിച്ച് വരുന്ന 2 സബ് സബ്ജക്റ്റുകൾ മാത്രം കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇൻഡെക്സ് മാർക്കിനോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റേജുകൾ കിട്ടാറുണ്ട്. അതായത് NCCയോ NSSO ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി തലത്തിൽ നിങ്ങൾ NCCയിലോ NSSലോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് നമുക്ക് വെയിറ്റേജ് മാർക്ക്, കേരളയിലൊക്കെ അത് 10 മാർക്കോ MGയിൽ 15 മാർക്കും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിഫൻസുകാർക്കുള്ള കോട്ട പ്രത്യേകിച്ച് കണക്കാക്കുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതുപോലെ തന്നെ അതിന് വെയിറ്റേജ് മാർക്ക് ആഡ് ചെയ്ത്, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ 15 മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജവാനോ അല്ലെങ്കിൽ അതായത് ജവാനായിട്ടുള്ളവർക്ക്, അവർക്ക് അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ പട്ടാളത്തിൽ ഉണ്ടായിരുന്നവർക്കാണ് വെയിറ്റേജ് കിട്ടുന്നത്, മകനോ മകൾക്കോ. ഇനി ഭാര്യയ്ക്ക് വെയിറ്റേജ് ഇല്ല. അതുപോലെ വിഡോ ആണെങ്കിൽ മാത്രം വെയിറ്റേജ് മാർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ആ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് വെയിറ്റേജ് കിട്ടാൻ സാധ്യതയുള്ളത് ചില യൂണിവേഴ്സിറ്റികളിൽ അവിടെ പഠിച്ചവർക്ക് വെയിറ്റേജ് ഉണ്ട്. കേരളയിലും കണ്ണൂരിലും ഒക്കെ 10 മാർക്ക് വീതം വെയിറ്റേജ് ആഡ് ചെയ്യുന്നുണ്ട് അതാത് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവർക്ക്. MGയിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ നോട്ടിഫിക്കേഷനകത്ത് കണ്ടിട്ടില്ല. അടുത്തതായി വെയിറ്റേജ് കണക്കാക്കുന്നത് PGയുടെ മാർക്കിന്റെ വെയിറ്റേജ് ആണ്. 75% എബോ ആണെങ്കിൽ ചില കോളേജ് യൂണിവേഴ്സിറ്റികളിൽ 15 അല്ലെങ്കിൽ 10, അത് കഴിഞ്ഞ് 60% മുകളിലാണെങ്കിൽ അതിന് താഴേക്ക്, അതായത് 10 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്, ഇങ്ങനെ ഗ്രേഡിങ് രീതിയിലാണ് നമുക്ക് വെയിറ്റേജ് കിട്ടുന്നത്. ഇതിലൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ PGക്ക് പഠിച്ച അതേ സബ് സ്ട്രീമിൽ തന്നെയാണ് നമ്മൾ BEdന് അപ്ലൈ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റേജ് കിട്ടത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഫിസിക്സോ കെമിസ്ട്രിയോ മെയിൻ എടുത്ത് പഠിച്ചവർ, ഫിസിക്സ് മെയിൻ എടുത്ത് പഠിച്ചവരാണെങ്കിൽ ഫിസിക്കൽ സയൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെയിറ്റേജ് വരുന്നുള്ളൂ. അതേസമയം നമ്മളൊരു PG ഏതെങ്കിലും ലാംഗ്വേജ് ഏതെങ്കിലും PG ചെയ്തിട്ട് അതിലാണ് BEd ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ MSCയുടെ മാർക്ക് നമുക്ക് ആഡായി വരത്തില്ല. അതാത് സബ്ജക്റ്റുകളിലുള്ള PG അല്ലെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത സബ്ജക്റ്റിൽ വരുന്ന PG ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെയിറ്റേജ് കിട്ടാറുള്ളൂ. പിന്നെ ഇനി കൂടുതലായിട്ട് വരുന്നത് ടീച്ചർ കോട്ടയിൽ വരുന്ന വെയിറ്റേജ്, അതുപോലെ തന്നെ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുള്ള വെയിറ്റേജ്, അങ്ങനെയൊക്കെയാണ്. പ്രധാനമായിട്ടും നമുക്ക് ഈ NCC, NSS, പിന്നെ MG അതാത് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച വെയിറ്റേജ്, പിന്നെ PGയുടെ വെയിറ്റേജ്, ഇതൊക്കെയാണ് സാധാരണ ഇൻഡെക്സ് മാർക്കിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ നമുക്ക് പാർട്ട് 3 വരുന്ന മാർക്കും അതിനോടൊപ്പം നമ്മുടെ ഈ അഡീഷണൽ മാർക്ക് നമുക്ക് വെയിറ്റേജ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ടാണ് നമുക്ക് മാർക്ക്, ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അടുത്ത് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിരുന്നതിൽ കണ്ടിരുന്ന ഒരു കമന്റ് ആയിരുന്നു, ഇപ്പോൾ മാനേജ്മെന്റ് സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഗ്രാൻസ് കിട്ടുമോ എന്നുള്ളത്. മാനേജ്മെന്റ് സീറ്റിലേക്ക് നമുക്ക് യാതൊരുവിധ ഗവൺമെന്റിൻ്റെതായ ആനുകൂല്യങ്ങളും കിട്ടില്ല. നമ്മൾ ഫീസ് കൊടുത്ത് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ സീറ്റിൽ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള നമ്മുടെ EWSO അല്ലെങ്കിൽ അതുപോലുള്ള റിസർവേഷനുകളോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നതല്ല. നമ്മൾ ഗ്രാൻസ് പോലും അലോട്ട് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട സംശയമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു. അതാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്.